യു.ഡി.എഫ് സർക്കാർ അധികാരമേറ്റയുടൻ മന്ത്രി സണ്ണി ജോസഫ് തന്റെ അളിയനെ പേഴ്സണൽ സ്റ്റാഫിൽ കയറ്റിയതും നാറ്റക്കേസായപ്പോൾ ആ തെറ്റ് തിരുത്തി അളിയനെ മാറ്റിയതും കേരളം കണ്ടതാണ്. അന്ന് കാണിച്ച ആ തിരുത്തൽ ജാഗ്രത ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയുടെ വക്കീലിനെ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനാക്കിയ നടപടിയിലും ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിഭാഗം അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് കെ.ബി. പ്രദീപിനെ ഹൈക്കോടതിയിൽ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചതിലൂടെ യു.ഡി.എഫ് സർക്കാർ വൻ വിവാദക്കുരുക്കിലേക്കാണ് വീണിരിക്കുന്നത്. വൻ ദുരൂഹതകൾ പുകയുന്ന ഈ നിയമന ഉത്തരവ് പുറത്തിറങ്ങിയതോടെ പുതിയ മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ ആഭ്യന്തര കലഹം മുറുകുകയാണ്. സ്വർണ്ണ കവർച്ചയിൽ ചില കോൺഗ്രസ് നേതാക്കളുടെ ബന്ധം ഇപ്പോഴും ദുരൂഹമായി തുടരുമ്പോഴാണ് കേസിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസ് എന്ന വിവാദ കമ്പനിയുടെ വക്കീലിന് തന്നെ ദേവസ്വം വകുപ്പിന്റെ സുപ്രധാന ചുമതല നൽകി സർക്കാർ ആദരിച്ചിരിക്കുന്നത്. ഇതുവരെ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ പദവി മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്താണ് അഡ്വക്കേറ്റ് കെ.ബി. പ്രദീപിന് വേണ്ടി സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ എന്ന പദവി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് പ്രത്യേകമായി ഉണ്ടാക്കി കൊടുത്തത്. ഈ വിചിത്ര നിയമനത്തിനെതിരെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ കടുത്ത അമർഷമാണ് പുകയുന്നത്. സണ്ണി ജോസഫിന്റെ അളിയനെ നാണക്കേട് ഭയന്ന് പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും പുറത്താക്കിയതുപോലെ ഈ കള്ളക്കളി നിയമനവും റദ്ദാക്കാൻ യു.ഡി.എഫ് തയ്യാറാകുമോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. അതേസമയം ഈ വിവാദ നിയമനത്തിന് ദുർബലവും പരിഹാസ്യവുമായ ന്യായീകരണവുമായി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ രംഗത്തെത്തിയത് ജനങ്ങളെ അപ്പാടെ മണ്ടന്മാരാക്കുന്നതിന് തുല്യമാണ്. നിയമനം നടത്തിയത് മുഖ്യമന്ത്രിയാണെന്നും അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടെന്നും പറഞ്ഞ മുരളീധരൻ അതിൽ താൻ ഇടപെടില്ലെന്നാണ് വ്യക്തമാക്കിയത്. സ്വന്തം വകുപ്പിൽ മുഖ്യമന്ത്രി കൈകടത്തുമ്പോൾ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്ന മുരളീധരൻ പുറത്തു പറഞ്ഞ ന്യായീകരണമാണ് വൻ നാണക്കേടായി മാറിയത്. പ്രതിയുടെ ദൗർബല്യം അറിയുന്ന ഒരാൾ അഭിഭാഷകനായി വരുന്നത് നല്ലതല്ലേ എന്നായിരുന്നു മുരളീധരന്റെ വിചിത്രമായ ചോദ്യം. സ്വർണ്ണ കവർച്ച കേസ് അട്ടിമറിക്കാൻ പ്രതിഭാഗം വക്കീലിനെ തന്നെ സർക്കാർ പക്ഷത്ത് എത്തിച്ചതിനെ മന്ത്രി ഇത്തരത്തിൽ വെള്ളപൂശാൻ നോക്കുന്നത് യു.ഡി.എഫിന്റെ ധാർമ്മിക അധംപതനമാണ് കാണിക്കുന്നത്. സ്വന്തം വകുപ്പിലെ നിയമനത്തിൽ നിസ്സഹായനായി നിൽക്കേണ്ടി വന്ന മുരളീധരൻ തികഞ്ഞ അതൃപ്തിയിലാണെന്നാണ് സൂചന. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികളിലെയും ശ്രീകോവിലിന്റെ വാതിൽപ്പടിയിലെയും കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കവർന്ന കേസിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ട് ബന്ധമുള്ള സ്ഥാപനമാണ് ചെന്നൈ ആസ്ഥാനമായ സ്മാർട്ട് ക്രിയേഷൻസ്. ശബരിമലയിൽ നിന്നും ഇളക്കിയെടുത്ത പാളികൾ ചെന്നൈയിലെ ഈ സ്ഥാപനത്തിലെത്തിച്ചാണ് സ്വർണം മുഴുവൻ വേർതിരിച്ചെടുത്തത്. സ്വർണം പൂശാനായി ശരിയായ സാങ്കേതിക വിദ്യയല്ല ഇവർ ഉപയോഗിച്ചതെന്ന് കോടതി തന്നെ മുൻപ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മാത്രമല്ല 2019 പാളിയിൽ നിന്നും സ്വർണം വേർതിരിക്കാനുള്ള യാതൊരു സാങ്കേതിക വിദ്യയും സ്മാർട്ട് ക്രിയേഷൻസിന് ഉണ്ടായിരുന്നതുമില്ല. ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം മറ്റു പല പ്രമുഖ ക്ഷേത്രങ്ങളിലും കൊടിമരം പൂശാനും നവീകരണ പ്രവർത്തനങ്ങൾക്കുമായി മറിച്ചുപയോഗിച്ചുവെന്ന് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ളതുമാണ്. 2020 മുതൽ സ്മാർട്ട് ക്രിയേഷൻ സംസ്ഥാനത്ത് ഏറ്റെടുത്തിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നിലവിൽ പോലീസിന്റെ ശക്തമായ അന്വേഷണ പരിധിയിലാണ്. ഇത്രയും വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ക്ഷേത്രക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഒരു സ്ഥാപനത്തിന്റെ സ്വന്തം വക്കീലിനെയാണ് ഭക്തരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ദേവസ്വം വകുപ്പിനെ സംരക്ഷിക്കാൻ യു.ഡി.എഫ് സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് താല്പര്യമെടുത്ത് നടത്തിയ ഈ അവിശുദ്ധ നിയമനം സ്വർണ്ണ കവർച്ചാ കേസിന്റെ അന്വേഷണം അട്ടിമറിക്കാനും സ്മാർട്ട് ക്രിയേഷൻസിനെ രക്ഷപ്പെടുത്താനുമുള്ള അണിയറ നീക്കങ്ങളുടെ ഭാഗമാണെന്ന ആക്ഷേപം പൂർണ്ണമായും ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. സ്വന്തം മന്ത്രിസഭയിലെ ഈ വഴിവിട്ട കൊള്ളരുതായ്മയിൽ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഭരണം കിട്ടിയ ഉടൻ തന്നെ ശബരിമലയെയും ദേവസ്വം വകുപ്പിനെയും കള്ളന്മാർക്ക് കാവലേൽപ്പിക്കുന്ന യു.ഡി.എഫിന്റെ ഈ ജനദ്രോഹ നയത്തിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുമെന്ന് ഉറപ്പാണ്.